Dear students, ഇന്നലെ നമ്മൾ ലിയോപിനോ ഫംഗ്ഷനെ പറ്റി പറഞ്ഞു. ലിയോപിനോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു E(x, y) എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് ഇൻ സം റീജിയൻ കണ്ടെയ്നിങ് ദി ഒറിജിൻ. അതോടൊപ്പം തന്നെ DE/dt, അതായത് ∂E/∂x ഇൻറ്റു എഫ് പ്ലസ് ∂E/∂y ഇൻറ്റു ജി എന്ന് പറയുന്നത് നെഗറ്റീവ് സെമി ഡെഫിനറ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ E(x, y) നമുക്ക് പറയാം ലിയോപിനോ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലിയോപിനോ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ് 0, 0 എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. രണ്ടാമത്തേത് E(x, y) എന്ന് പറയുന്നത് E(x, y) എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനറ്റ് തന്നെയാണ്. എന്നാൽ ഫംഗ്ഷൻ നമ്മുടെ DE/dt, അതായത് ∂E/∂x ഇൻറ്റു എഫ് പ്ലസ് ∂E/∂y ഇൻറ്റു ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെഫിനറ്റാണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ് 0, 0 എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിളിൻ്റെയും അസിംപ്റ്റോട്ടിക്കൽ സ്റ്റേബിളിൻ്റെയും ഡെഫിനിഷൻ നമുക്കറിയാം. ഇപ്പോൾ സ്റ്റേബിളാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പാത്തും ആ ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ ക്ലോസ് ആയിട്ട് തന്നെ കാണും. അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയുമ്പം അത് സ്റ്റേബിളാണ്, അതോടൊപ്പം തന്നെ there is a circle x square plus y square equal to r naught square such that every path which is inside the circle for some t equal to t naught approaches the origin as t tends to infinity. t tends to infinity ആകുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുകയും വേണം. അപ്പോൾ സം t ഈക്വൽ ടു t നോട്ടിലാണ്, സം പോയിൻറ്റ്സിന് മതി അത്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് വണ്ണിൽ പ്രൂവ് ചെയ്യാനുള്ളത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനേഷനായി ഈ തീർത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് C1 be a circle of radius capital R greater than 0 centered on the origin, and assume also C1 is a small enough to lie entirely in the domain of definition of the function E. അപ്പോൾ C1 എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്, നമ്മുടെ റേഡിയസ് 6 ആണ്. ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ, അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ് 0, 0-ലാണ്. അപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കാരണം നമ്മുടെ E എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാത്തിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു C1 എന്ന് പറയുന്ന സ്മോൾ സർക്കിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിൻസ് E(x, y) is continuous and positive definite, it has a positive minimum m on C1. അപ്പം E(x, y) എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനറ്റ് ആണ്, അതായത് E(x, y) is strictly greater than 0. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് മിനിമം ഉണ്ട്. ദെൻ കണ്ടിന്യൂസ് ആണ്, സോ m belongs to C1. E(x, y) is continuous at the origin and vanishes there, so we can find a positive number r, small r, less than capital R, such that E(x, y) is less than m whenever xy is inside the circle C2 of radius r. അപ്പം E(x, y) എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അറ്റ് ദി ഒറിജിനാണ്. ദെൻ E(0, 0) എന്ന് പറയുന്നത് 0-യുമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ 0-യിലേക്ക് അടുത്തടുത്ത് വരണം. അപ്പോൾ എം എന്ന് പറയുന്നത് ഇപ്പോൾ 0.5 വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ 0.5-നും 0-യ്ക്കും ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയെ നമുക്ക് ബാധിക്കും. അതുകൊണ്ട് നമുക്കൊരു ആറിനെ കണ്ടുപിടിക്കാം, r less than r, such that E(x, y) is less than m whenever the ordered pair xy is inside the circle C2 of radius r. അതായത് C2 എന്ന് പറയുന്ന ഒരു സർക്കിൾ നമ്മൾ അതിനകത്ത്, അതായത് C1-നകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്. ഓക്കെ, r ലെസ് ദാൻ ക്യാപിറ്റൽ R എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫിഗറുണ്ട്. C1 എന്ന് പറയുന്ന സർക്കിളാണിത്. C2 അതിനകത്ത് ഉണ്ട്. Okay, let C equal to x of t, y of t be any path
which is inside C2 for t equal to 0. Then E of t naught is less than m. ഓക്കെ, അപ്പോൾ C2 എന്ന് പറയുന്നതിനകത്താണ് ഞാൻ C എന്ന് പറയുന്ന സർക്കിളിനെ ഒരു പാത്തിനെ എടുത്തിരിക്കുന്നത്, സർക്കിളല്ല പാത്തിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇ ഓഫ് ടി നോട്ട് ഈസ് ലെസ് ദാൻ എം ആണ്. ദെൻ നമുക്കറിയാം ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്. സോ ഡി ഇ ബൈ ഡി ടി ഈസ് ലെസ് ദാൻ 0. ദിസ് ഇംപ്ലൈസ് നമുക്ക് പറയാം ഇ ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് ടി നോട്ട് ലെസ് ദാൻ എം. ഇ ഓഫ് ടി നോട്ട് ലെസ് ദാൻ എം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടു. ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട്. ദിസ് ഇംപ്ലൈസ് ദ പാത്ത് സി ക്യാൻ നെവർ റീച്ച് ദ സർക്കിൾ C1. അപ്പം C1 എന്ന് പറയുന്ന സർക്കിൾ നമ്മളെടുത്തു. അപ്പോൾ ആ സർക്കിളിൻ്റെ അടുത്തോട്ട് പോലും നമ്മളുടെ സി എന്ന് പറയുന്ന പാത്ത് എത്തുന്നില്ല ഫോർ എനി ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട്. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒറിജിൻ്റെ ചുറ്റുവാൻ തന്നെ ഒരു സി എന്ന് പറയുന്ന ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് ആകുമ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന പാത്തിൽ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ പാത്ത് C1 പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഇതിൻ്റെ ഫങ്ഷൻ 3, അതായത് ഡി ഇ ബൈ ഡി ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം ഇ ഓഫ് ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. കാരണം കണ്ടീഷൻ പറയുന്നത് നമ്മുടെ ഇ ഓഫ് എക്സ് വൈയുടെ കണ്ടീഷൻ അല്ല നമുക്ക് ചേഞ്ച് വരുന്നത്, ഫങ്ഷൻ ഡി ഇ ബൈ ഡി ടി ആണ്. അത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റിന് പകരം നെഗറ്റീവ് ഡെഫിനിറ്റായിട്ട് മാറുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഓർത്തിരിക്കാം. Okay, it suffices to show that under the hypothesis we also have E of t tends to 0. Since E of xy is positive definite, this will imply that the path C approaches the critical point 0, 0. Okay, tends to ആണ്. E of xy എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. ദെൻ നമുക്ക് ഇനിയും നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് ഡി ഇ ബൈ ഡി ടി. ഡി ഇ ബൈ ഡി ടി ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഡി ഇ ബൈ ഡി ടി ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് ഫങ്ഷനാണ്. അതോടൊപ്പം തന്നെ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോ ബൈ 0 ആണ്. ദെൻ നമുക്കറിയാം ഡിക്രീസിങ് ആണ്, ഇ ഓഫ് ടി കണ്ടിന്യൂസ് ആണ്, ദെൻ ബൗണ്ടഡ് ബിലോ ബൈ 0 ആണ്. സോ നമുക്കറിയാം ഇ ഓഫ് ടി അപ്രോച്ചസ് ടു സം ലിമിറ്റ് L greater than or equal to 0 as t tends to infinity. ഓക്കെ, അപ്പം ഇവിടെ ഇ ഓഫ് ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. ദെൻ ബൗണ്ടഡ് ബിലോ ബൈ 0 ആയതുകൊണ്ടാണ് അതിൻ്റെ ലിമിറ്റ് L greater than or equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇ ഓഫ് ടി ടെൻസ് ടു 0. ഇറ്റ് ഇസ് സഫീസസ് ടു ഷോ ദാറ്റ് L ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാത്ത് ആ 0, 0യിലേക്ക് എൻ്റർ ചെയ്യണം, അപ്രോച്ച് ചെയ്യണം. അപ്പോൾ L ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇ ഓഫ് ടി ടെൻസ് ടു 0 ആണ്. ലിമിറ്റ് എന്താണ് 0 ആണ്. അപ്പോൾ ആ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് അവിടെ എത്തി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെ L ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് L ഗ്രേറ്റർ ദാൻ 0 ആണ് എടുക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരുത്തണം. ഓക്കെ, അപ്പോൾ L ഗ്രേറ്റർ ദാൻ 0, അതായത് ഇ ഓഫ് ടി ടെൻസ് ടു സം പോയിൻറ്റ്. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ചൂസ് എ അപ്പോൾ നമുക്ക് ചൂസ് ഒരു ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിന് എടുക്കാൻ പറ്റും. അത് ആർ ബാർ ലെസ് ദാൻ ആർ വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇ ഓഫ് എക്സ് വൈ ഇസ് ലെസ് ദാൻ ആർ whenever the xy is inside the circle C3 with the radius r bar.
അപ്പോൾ ആർ ബാർ എന്ന് പറയുന്ന ആറിനേക്കാട്ടി ചെറിയൊരു പോസിറ്റീവ് നമ്പറിനെ എടുത്തു, അത് റേഡിയസ് ആക്കിയുള്ള ഒരു സർക്കിളിനെ ഞാൻ എടുക്കുവാണ്. അതാണ് C3. ഇവിടെ ഫിഗറുണ്ട്, ഓക്കെ നോക്കാം. C1 നേരത്തെ നമ്മൾ കണ്ടു, C2ൻ്റെ റേഡിയസ് ആയിരുന്നു 6, C3യുടെ റേഡിയസ് ആണ് R ബാർ. സിൻസ് ദ ഫംഗ്ഷൻ 3, അതായത് dE/dt is continuous and negative definite, it has a negative maximum -k. അപ്പം നെഗറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് മാക്സിമം ഉണ്ട്, അതാണ് -k. ഇൻ ദ റിംഗ് കൺസിസ്റ്റ് ഓഫ് സർക്കിൾസ് C1 ആൻഡ് C3. ഓക്കെ, C1 ആണ് നമുക്ക് നമ്മുടെ വലിയ ലാർജ് സർക്കിൾ നമ്മൾ പറയുന്നത്. അപ്പം -k ഉള്ള ഒരു ആൾ ഈ C1നും C3ക്കും അല്ലെങ്കിൽ ആ റീജിയനിൽ എവിടെയെങ്കിലും കാണും. ആൻഡ് ദ റീജിയൻ ബിറ്റ്വീൻ ദം. ദിസ് റിംഗ് കണ്ടെയ്ൻസ് ദ എൻറ്റയർ പാത്ത് C for t greater than or equal to T0. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനെ ഇപ്പോൾ T0 വരെ അതിനെ നമുക്ക് E(T0) എന്നും, ബാക്കിയുള്ളതിനെ നമുക്ക് അവിടെ ആണെങ്കിലും ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് T0 തൊട്ട് T വരെ dE/dt ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? E(t) കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഫോമിൽ എഴുതി E(t) = E(T0) പ്ലസ് ഇൻ്റഗ്രൽ T0 to T dE/dt dt. ഓക്കെ, അപ്പോൾ dE/dt നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഹാസ് എ നെഗറ്റീവ് മാക്സിമം -k. ഇപ്പോൾ മാക്സിമം ആണ്, സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു E(t) is less than or equal to E(T0) minus k. Then integration ഒക്കെ നടത്തി t minus T0 for all t greater than or equal to T0. അപ്പോൾ ഈക്വേഷൻ നമ്പർ ഇവിടെ തന്നിരിക്കുന്ന 4ൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. അപ്പോൾ നമ്മൾ ടിയെ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ E(t) എന്ന് പറയുന്നത് -∞ പോകും അല്ലേ? ടിയെ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവുക. അപ്പം നമുക്ക് കെയുടെ ഇപ്പുറത്തൊരു മൈനസ് ഉള്ളത് കൊണ്ട് E(t) ടെൻസ് ടു -∞ ആകും as t ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നാൽ നമ്മൾ എടുത്തിട്ടുണ്ട് E(xy) എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്, സെമി പോസിറ്റീവ് ആയാൽ പോലും, കാരണം ടെൻസ് ടു 0 നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ E(xy) greater than or equal to 0 ആണ്. അപ്പോൾ നമുക്ക് L greater than 0 എന്ന് എടുത്തപ്പോൾ നമ്മുടെ E(t) ടെൻസ് ടു -∞ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് L = 0 ആയിട്ട് വന്നു. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് പാത്ത് എൻറ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണ്.